ജമന്തി പൂക്കൾ ഇഷ്ടമായോ? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, മുടക്ക് മുതലിന്റെ 5 ഇരട്ടി വരെ ലാഭം തരുന്ന ഒരു അടിപൊളി ബിസിനസ് ഐഡിയ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അതെ, നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? സമന്തിപ്പൂ കൃഷിയെ കുറിച്ചാണ് കേട്ടോ. സമന്തിപ്പൂ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജമന്തിപ്പൂ അല്ലേന്ന്. ശരിക്കും ഇതിന്റെ പേര് ക്രിസാന്തിമം എന്നാണ്. നമ്മുടെ തമിഴ്നാട്ടുകാർ ഇതിനെ സമന്തിപ്പൂ എന്ന് വിളിക്കാറുണ്ട്, നമ്മൾ ഇതിനെ ജമന്തിപ്പൂ എന്ന് വിളിക്കാറുണ്ട്. പല കളേഴ്സിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, ഈ ഒരു മറൂൺ കളറുണ്ട്. മെറൂൺ അല്ല, ഇതൊരു ബർഗണ്ടി കളറാണല്ലേ, അടിപൊളിയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ജമന്തിപ്പൂക്കൾ. ശരിക്കും പറഞ്ഞാൽ മേളകളിലും ഫങ്ഷൻസിലും ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിലും പൂജാ കാര്യങ്ങൾക്കും ഒക്കെ ഏറെ ഡിമാൻഡുള്ളതാണ് ഈ ജമന്തിപ്പൂക്കൾ. അപ്പോൾ ഇതിൻ്റെ കൃഷിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മുടക്ക് മുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 5 ഇരട്ടി വരെ ലാഭം ഈ പൂക്കൃഷിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയാണ് മുടക്കുന്നതെന്നുണ്ടെങ്കിൽ 5 ലക്ഷം വരെ വരുമാനം നേടാൻ പറ്റുന്ന ഒരു കൃഷിയാണിത്. അതായത് നമ്മുടെ 5000 രൂപയാണ് നമ്മുടെ മുടക്ക് മുതലെങ്കിൽ 30,000 രൂപ വരെ വരുമാനം നേടാൻ പറ്റുന്നൊരു കൃഷിയാണിത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ജമന്തി എന്നതിൻ്റെ എന്താ പറയുക, ഉപയോഗം എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അതിന് ഡിമാൻഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ ഒരു രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെരുന്നാൾ, വിവാഹം, പൂമാലകൾ, പൂജാ ഡെക്കേഴ്സ് എല്ലാത്തിനും ഉപയോഗപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ പൂവിന് ത്രൂ ഔട്ട് ദ ഇയർ ഡിമാൻഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് കൃഷി ചെയ്താൽ നമുക്ക് അതിനൊരു സീസൺ നോക്കേണ്ടതില്ല, ഒന്നും നോക്കേണ്ടതില്ല. വർഷത്തിൽ 3 പ്രാവശ്യം ഇത് കൃഷി ചെയ്യാമെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഇതിനുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നൊരു പൂക്കൃഷിയാണിത്. നിങ്ങൾ ഈ പൂക്കൾ കണ്ടില്ലേ, നല്ല ബ്രാഞ്ചിങ്ങോടുകൂടി വളരുന്നതാണ്. വളരെയധികം മൊട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഏതാണ്ട് 3-4 സൈക്കിൾ വരെ ഇതിന് പൂവിടാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് തറയിലായിരുന്നാലും പോട്ടിലായിരുന്നാലും ഗ്രോ ബാഗിലായിരുന്നാലും ഒക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പൂവാണിത്. ഇത് കൃഷി ചെയ്യണമെന്നുള്ളവർക്കുണ്ടല്ലോ, കട്ടിങ് തൈകളെല്ലാം നേഴ്സറികളിൽ കിട്ടുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കട്ടിങ്സ് വഴി പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. ഏതാണ്ട് 1.5 ഫീറ്റ് ദൂരത്തിൽ റോകളായിട്ട് തിരിച്ചിത് നമുക്ക് നടാൻ പറ്റും. കട്ടിങ് തൈകളൊക്കെ പല നേഴ്സറികളിലും കിട്ടുന്നുണ്ട്. ഏതാണ്ട് ഒരു ദിവസം ഇടവിട്ട് വാട്ടറിങ് ചെയ്താൽ മതിയാവും. ശരിക്കും പറഞ്ഞാൽ പിഞ്ചിങ് എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് പിഞ്ചിങ് ഏതാണ്ട് നമ്മൾ തൈ നട്ട് അത് 3 മുതൽ 4 ആഴ്ചക്കകം ഫസ്റ്റ് പിഞ്ചിങ് കൊടുക്കണം. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് അടുത്തത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പിഞ്ച് ചെയ്യുമ്പോഴാണ് നിറച്ച് ബ്രാഞ്ചുകൾ വന്ന് ഇതിന് തൈകൾ ഉണ്ടാകുന്നത്. 15 ദിവസം ആകുമ്പോഴത്തേക്കൊക്കെ NPKയോ ജീവാമൃതമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടു കൂടി തഴച്ച് വളർന്ന് നിറച്ച് പൂക്കൾ തരുന്ന അടിപൊളി ഒരു ബിസിനസ്സാണ് കേട്ടോ. ഏതാണ്ട് 2.5-3 മാസം കൊണ്ട് തന്നെ പൂക്കൾ നൽകി തുടങ്ങും. ഏതാണ്ട് 45 മുതൽ 60 ദിവസം വരെ ബ്ലൂമിങ് സ്റ്റേ ചെയ്യും. ശരിക്കും ഓരോ ചെടിക്കും 30 മുതൽ 50 വരെ പൂവ് ലഭിക്കും. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ 2 ഇഞ്ച് തണ്ടോട് കൂടിയിട്ടാണ് ഇതിങ്ങനെ മുറിച്ചെടുക്കേണ്ടത്. പാക്കിങ്ങിനും ട്രാൻസ്പോർട്ടിങ്ങിനും ഒക്കെ ഈസി ആയതുകൊണ്ട് തന്നെ കട്ട് ഫ്ലവർ മാർക്കറ്റിലും ഹോം ഡെക്കറിലും ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ് ഈ പൂക്കൾക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളയ്ക്കും അതുപോലെ മഞ്ഞയ്ക്കും ഉള്ളതിനേക്കാൾ ഡിമാൻഡാണ് ഇപ്പോൾ ഈ ഒരു കളറിനുള്ളത് കേട്ടോ. പിന്നെ ഇതിന് വേണമെങ്കിൽ ഞാനൊരു സിമ്പിളായിട്ടൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ബിസിനസ് പ്രോഫിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 5 സെൻറ്റ് സ്ഥലത്താണ് ഇതിൻ്റെ ഒരു 500 ചെടികൾ വെക്കാവുന്നതാണ്. ശ്രദ്ധിച്ച് കേട്ടോണം, ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 500 ചെടികൾ വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു കൾട്ടിവേഷൻ കോസ്റ്റ് വരുന്നത്, അതായത് തൈ, വളം, നമുക്ക് വെള്ളം, ഇതിൻ്റെയൊക്കെ ഒരു സ്പ്രേസ്, ഇതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് വരുന്നത് ഒരു 4000 മുതൽ 5000 രൂപ വരെ ചിലവ് വരാം. ലേബർ ഒരു 2000 രൂപ. നമുക്ക് തന്നെ അതിൻ്റെ വർക്കുകൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ചെറിയ ലെവലിലൊക്കെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു 2000 രൂപ ഇതിൻ്റെ ലേബറിന് കൂട്ടാം. ടോട്ടൽ ഒരു 7000 രൂപ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചിന്തിച്ച് നോക്കൂ. ശരാശരി ഓരോ ചെടിയും ഏതാണ്ട് 30 മുതൽ 50 വരെ പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും ഒരു 30 പൂക്കൾ വെച്ച് എടുത്താൽ തന്നെ 30 × 500 15000 പൂവാണ് ഇതിലുള്ളത്. ഒരു പൂവിൻ്റെ വില ഹോൾസെയിൽ മാർക്കറ്റിൽ ഇതിന് എത്രയാണെന്നറിയാമോ? 1.5 മുതൽ 2 രൂപ വരെ ഒരു പൂവിന് വിലയുണ്ട്. ടോട്ടൽ എത്രയാ? നമുക്ക് 22,000 മുതൽ 30,000 വരെ. അത് 30 പൂവാണെങ്കിലുള്ള ഒരു കണക്കാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓരോ ചെടിയും 30 മുതൽ 50 വരെ പൂക്കൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ പ്രോഫിറ്റ് ലെവൽ എത്രയാണെന്നുള്ളത്.
സ്വന്തമായിട്ട് തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 1,00,000 രൂപ മുടക്കിൽ നിങ്ങൾ ഒരു പൂക്കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ 5,00,000 രൂപ വരെ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ക് പ്രകാരം ശരിയാവണില്ലേ? ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല രീതിയിൽ പൂക്കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ സ്വന്തമായിട്ട് തന്നെ സ്ഥലം വേണമെന്ന് തന്നെ ഇല്ല, നിങ്ങൾക്ക് പാട്ടത്തിന് എടുക്കാം. ബന്ധുക്കളുടെ സ്ഥലമൊക്കെ വെറുതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി അങ്ങോട്ട് കൃഷി ചെയ്യാൻ അങ്ങോട്ട് ആരംഭിച്ചോളൂ കേട്ടോ. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സഹായങ്ങളൊക്കെ അവിടെ നിന്ന് ഉണ്ടാവും കേട്ടോ. എവിടെ നിന്നാണ് തൈകൾ കിട്ടുന്നത്, തൈകൾ കിട്ടാനുള്ള സഹായം, ഇതിൻ്റെ സബ്സിഡി കാര്യങ്ങൾ, ഇതിനുള്ള എന്താ പറയുക, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ട്രെയിനിങ്ങുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ കൃഷിഭവൻ മുഖാന്തരമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ഈ ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, ചെടികളുടെ പൂക്കൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും പുഷ്പകൃഷിക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും തൈകൾക്കും വിത്തുകൾക്കുമായിട്ടുള്ള സഹായം കിട്ടുന്നുണ്ട്. ക്രിസാന്തിമം, മാരിഗോൾഡ്, ജാസ്മിൻ തുടങ്ങിയതിൻ്റെ തൈകളൊക്കെ കൃഷി വകുപ്പ് വഴി സബ്സിഡിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ജലസേചനത്തിന് നമ്മുടെ ട്രിപ്പ് ഇറിഗേഷൻ, മിസ്റ്റ് ഇറിഗേഷൻ, ഇതിനൊക്കെ മൈക്രോ ഇറിഗേഷൻ എന്നൊരു പദ്ധതിയുണ്ട്. അത് പ്രകാരം ഏതാണ്ട് 55% മുതൽ 75% വരെ സബ്സിഡി കിട്ടുന്നുണ്ട്. പിന്നെ ജമന്തി പോലുള്ള പൂക്കൾക്കുള്ള ട്രിപ്പ് ട്യൂബ്, മിസ്റ്റ് സിസ്റ്റം എന്നിവയ്ക്ക് ഗവൺമെൻറ് അംഗീകാരം ഉള്ളതായിട്ടുണ്ട്. അതുപോലെ തന്നെ പോളി ഹൗസ്, ഷെയ്ഡ് നെറ്റ് ഹൗസ്, അതിനൊക്കെ സബ്സിഡി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ പുഷ്പകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഷെയ്ഡ് നെറ്റ് ഹൗസുകളും പോളി ഹൗസുകളൊക്കെ നിർമ്മിക്കുന്നതിന് തന്നെ 50% മുതൽ 75% വരെ സബ്സിഡി കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പിന്നെ ജൈവ വളങ്ങൾക്കും കീടനാശിനികൾക്കും ഒക്കെ സബ്സിഡി ഉണ്ടാവും. 50% വരെയാണ് അതിനൊക്കെ സബ്സിഡി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതുമാത്രമല്ല മാർക്കറ്റിങ്ങിനും ട്രാൻസ്പോർട്ടേഷനും വരെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ അടിപൊളി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ അപേക്ഷ സഹായങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രോ വിത്ത് റീംസ് നിങ്ങളോടൊപ്പം ഉണ്ട്. നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അപേക്ഷകൾ തയ്യാറാക്കുന്നതിനും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ജമന്തി പൂ കൃഷി, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെടികൾ ഇഷ്ടമുള്ളവരാണ്, ചെടികളിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കണം, പൂക്കൃഷിയൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പൈസയും സന്തോഷവും ഒക്കെ തരുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാവുന്നതാണ്. ഇങ്ങനെ സ്മോൾ ബിസിനസ് ഐഡിയ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനൽ നമുക്കുണ്ട്, ഗ്രോ വിത്ത് റീംസ് എന്നൊരു ചാനലാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പുതിയ ഐഡിയാസും പുതിയ വിവരങ്ങളും പുതിയ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു ഐഡിയ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.